ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മദർ ഡ്യൂസ് മീ ദിലീപ്. അപ്പോൾ എല്ലാ കൂട്ടർക്കും സുഖമാണെന്ന് ആശിക്കുന്നു. ഇന്ന് ഇന്ത്യയിൽ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇലക്ട്രിക് കാറുകൾ ബിൽഡ് ചെയ്യുന്നത് ഒരു പക്ഷേ ടാറ്റയാവും. ബഡ്ജറ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ബിൽഡ് ക്വാളിറ്റിൻ്റെ കാര്യത്തിലായാലും ടാറ്റ തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത്. മുൻപ് ഇറങ്ങിയിട്ടുള്ള ടാറ്റയുടെ ഇലക്ട്രിക് കാറുകളായിരുന്നു ടാറ്റ ടിഗോ, ടിയാഗോ, നെക്സോ എന്നീ ഇലക്ട്രിക് കാറുകളൊക്കെ. ഇന്നിപ്പോൾ നാലാമതായി ഒരു ഇലക്ട്രിക് കാർ കൂടി ടാറ്റ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പഞ്ച് ടാറ്റ നാലാമതായി ലോഞ്ച് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് കാർ എന്ന് പറയുന്നത്. പഞ്ച് ഇലക്ട്രിക് കാർ ലോഞ്ച് ചെയ്യാനായിട്ട് ഒരുപാട് പേർ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വേരിയൻ്റ് ആയിരുന്നു ഇത്. കാരണം എന്നത് ടാറ്റയുടെ ഇതുവരെ ഇറങ്ങിയ വേരിയൻറ്റുകൾക്കെല്ലാം തന്നെ വെല്ലുവിളി ആയേക്കാവുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഇതിലുണ്ട് എന്നാണ് ടാറ്റ വാഗ്ദാനം ചെയ്തത്. വാഹനത്തിൻ്റെ ബോഡി സ്ട്രക്ചേഴ്സ് എല്ലാം തന്നെ കമ്പനി ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട്. ബാറ്ററി, മോട്ടോർ, കൺട്രോളർ, മറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ള സ്ഥലങ്ങൾ എല്ലാം തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഏതൊക്കെ വേരിയൻറ്റുകളിൽ വരുന്നു, എത്ര റേഞ്ച് ഇതിന് ലഭിക്കും, ബാക്കിയുള്ള സ്പെക്സ് മുതലായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പഞ്ച് രണ്ട് ബാറ്ററി പാക്ക് വേരിയൻറ്റുകളാണ് ഉള്ളത്. ഒന്ന് സ്റ്റാൻഡേർഡ് റേഞ്ചും രണ്ടാമത്തേത് ലോങ് റേഞ്ചും. ഈ സ്റ്റാൻഡേർഡ് വേരിയൻറ്റുകളിൽ തന്നെ രണ്ട് ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. ആദ്യത്തെ സ്മാർട്ടും രണ്ടാമത്തെ സ്മാർട്ട് പ്ലസും. ഹൈ റേഞ്ച് വേരിയൻറ്റുകളിൽ 3 ഓപ്ഷനുകളിൽ വരുന്നുണ്ട്. ഒന്ന് അഡ്വഞ്ചറും, രണ്ടാമത്തത് എംപവറും, മൂന്നാമത്തത് എംപവർ പ്ലസും. മറ്റുള്ള ഫീച്ചേഴ്സിലേക്ക് വരികയാണെങ്കിൽ ടോപ്പ് ഫീച്ചേഴ്സ് എന്നത് 360 ഡിഗ്രി ക്യാമറ, ഫ്രണ്ടഡ് വെന്റിലേറ്റഡ് സീറ്റ്സ്, 10.5 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, പിന്നെ ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ എന്നീ ഫീച്ചേഴ്സാണ് വരുന്നത്. കൂടാതെ ഓട്ടോ ഹോൾഡ്, ക്രൂയിസ് കൺട്രോളർ എന്നീ ഓപ്ഷനുകളും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇനി വാഹനത്തിൻ്റെ ഒരു റേഞ്ചിലേക്ക് വരികയാണെങ്കിൽ സ്റ്റാൻഡേർഡ് വേരിയൻറ്റിന് 300 മുതൽ 350 കിലോമീറ്റർ റേഞ്ചും ഹൈ വേരിയൻറ്റിന് 400 മുതൽ 450 കിലോമീറ്റർ റേഞ്ചുമാണ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത്. ഇതൊരു കൺഫേംഡ് ആയിട്ടുള്ള റേഞ്ച് ആയിരിക്കില്ല. റേഞ്ചിൻ്റെതും അതുപോലെ തന്നെ പ്രൈസിൻ്റെതുമായിട്ടുള്ള കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഇതുവരെയും കമ്പനി പുറത്തുവിട്ടിട്ടില്ല. അത് വരുന്ന ആഴ്ചകളിൽ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്തായാലും നമുക്ക് അതിനായിട്ട് വെയിറ്റ് ചെയ്യാം. വാഹനത്തിൻ്റെ ഒരു ബുക്കിംഗ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. 21,000 രൂപ അടച്ച് ടാറ്റയുടെ ഒഫീഷ്യൽ സൈറ്റുകളിൽ നിന്ന് ഈ ഒരു വാഹനം ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു ബുക്ക് ചെയ്ത എമൗണ്ട് റീഫണ്ടബിളും ആണെന്ന് ടാറ്റ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ അപ്ഡേറ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ വീണ്ടും കാണാം ഫ്രണ്ട്സ്.